അടുത്തതായി ഈ പ്രോഗ്രാമിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ ബഹുമാന്യനായ റസൽ സലാഹി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മൾ ഈ മുഖാമുഖം ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം, തൊട്ടു മുൻപ് നമ്മൾ മനസ്സിലാക്കി 2012 ഇസ്ലാഹി പ്രസ്ഥാനം രണ്ട് ചിന്താധാരകളായി കേരളത്തിൽ ഒരു പിളർപ്പുണ്ടായത് വളരെയധികം നമ്മെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ആ പിളർപ്പുണ്ടാകാൻ കാരണം അൽ ഇസ്തിആനതു ബിൽ ജിൻ, ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീനിലെ പണ്ഡിതന്മാർക്ക്, പ്രബോധകർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ മുൻപും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് പ്രമാണത്തോട് യോജിക്കുന്ന നിലപാടുകളാണ് എന്ന കാര്യം സംശയിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 2012 ഈ ഒരു പിളർപ്പ് ഉണ്ടായപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ അൽ ഇസ്തിആനതു ബിൽ ജിൻ, ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ് ഇന്ന് വിശദീകരിക്കാൻ ഈ ഒരു സമയം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ജംഇയ്യത്തു ഇഹ്യാഉ തുറാസി അൽ ഇസ്ലാമി, കുവൈത്തിലെ ഒരു പണ്ഡിത സഭയാണ്. ഇതിൽ 2012 പിളർപ്പുണ്ടായപ്പോൾ ആ പിളർപ്പിൽ ഇരു വിഭാഗവും സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അവിടെയുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ഒരു കത്താണ്.
2012 പിളർന്നപ്പോൾ മറുഭാഗത്തെ പണ്ഡിതനായ PN അബ്ദുൽ ലത്തീഫ് മൗലവി അദ്ദേഹം കുവൈത്തിൽ ഇഹ്യാ തുറാസ് ഇസ്ലാമിയെ സമീപിക്കുകയും തുടർന്ന് ഈ വിഷയം അവതരിപ്പിച്ച് കേരളത്തിൽ നദ്വത്തുൽ മുജാഹിദിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ള വിഷയം ബോധിപ്പിക്കുകയും ഇതിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്ന് പറയുകയും അങ്ങനെ ഈ വിഷയത്തിൽ ഒരു കത്ത് തയ്യാറാക്കുകയും ചെയ്തു. ഈ കത്തിൽ കൃത്യമായി തന്നെ ഇരു വിഭാഗത്തിൻ്റെയും നിലപാടുകൾ അദ്ദേഹം ഇഹ്യാ തുറാസിൽ ഇസ്ലാമിയെ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് അവർ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത്. വ അമ്മ മസ്അലത്തുൽ ഇസ്തിആനതി ബിൽ ജിൻ, ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന മസ്അല, ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഫതറഫുൻ യറ അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ഷിർക്കുൻ മുത്ലഖൻ ബി ജമീഇ അൻവാഇഹ, അഥവാ ജിന്നിനോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും, അത് ഏത് ഇനത്തിലുള്ള സഹായത്തേട്ടമാണെങ്കിലും അതൊക്കെ ഷിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വാദമാണ് കേരള നദ്വത്തുൽ മുജാഹിദീന് മുൻപും ഇന്നും ഉള്ളത്. എന്നാൽ മറ്റൊരു ഭാഗം വത്വറഫുൽ ആഖർ യറ അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി മിൻഹ മാ ഹുവ ഷിർക്കുൻ വ മിൻഹ മാ ഹുവ ലൈസ ബിഷിർക്കിൻ. ഇത് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വാദം കൃത്യമായി തന്നെ നമുക്കിവിടെ കാണാം. ജിന്നുകളോടുള്ള സഹായത്തേട്ടം എല്ലാം ഷിർക്കാണ്, മുത്തലക്ക് ഷിർക്കാണ് എന്ന് പറയാൻ കഴിയുകയില്ല. മറിച്ച് ആ സഹായത്തേട്ടങ്ങളിൽ ഷിർക്കായതുമുണ്ട്, ഷിർക്കല്ലാത്തതുമുണ്ട്. ഇതാണ് ഈ വിസ്ഡം വിഭാഗത്തിൻ്റെ ഈ വിഷയത്തിലുള്ള വാദം. അപ്പോൾ വളരെ വ്യക്തമാണ് ഇവരുടെ വാദം എന്താണെന്നുള്ളത്. എന്നാൽ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ 2012 തന്നെ ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കണം മുജാഹിദുകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി തന്നെ ഒരു സർക്കുലറിൽ കൊടുത്തിട്ടുള്ളതായി നമുക്ക് കാണാം. ഇതാണ് ആ സർക്കുലർ. ഈ സർക്കുലറിൽ സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയിലെ പണ്ഡിതന്മാരോട് ഒരു ചോദ്യം, അഥവാ ഇസ്തിആനത്തും ബിൽ ജിന്നുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കപ്പെടുകയും അതിനുള്ള ഒരു മറുപടിയുമാണ് യഥാർത്ഥത്തിൽ ഈ സർക്കുലറിൽ കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുമുള്ള സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ഷിർക്കിൻ്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഇലാജുൽ ഉമൂരി സിഹ്രിയ അശ്ശിർക്കു വ മലാഹിറുഹു എന്ന് പറയുന്ന ഈ പുസ്തകങ്ങളുണ്ട്. ഖുർആൻ കൊണ്ടുള്ള മന്ത്രം അനുവദനീയമാക്കിക്കൊണ്ടുള്ള സഹീഹായ ചില ഹദീസുകൾ അതിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മന്ത്രത്തിൽ ഏർപ്പെട്ടു. രോഗികളുടെ ആധിക്യം കാരണത്താൽ പ്രത്യേകിച്ചും മാരണവും ബാധയും ഉള്ളവരെ രാപ്പകലിലായി ഞാൻ മന്ത്രിക്കാൻ തുടങ്ങി. സിഹറുബാധ ഒഴിപ്പിക്കുന്നതിനായി എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണോ? അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഏലസിനെ കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ജിന്നിനോട് കൽപ്പിക്കാമോ? അപ്പോൾ ജിന്നിനോടുള്ള സഹായ തേട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിന് ലജ്നത്തു ദായിമ, ഇന്ന് സൗദി അറേബ്യയിലെ ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാർ, കിബാറുൽ ഉലമയുള്ള ആ പണ്ഡിത സഭ അതിന് കൊടുത്ത മറുപടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ജിന്നിനോടും ഹാജറില്ലാത്തവരോടും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ഷിർക്കാകുന്നു. ഇവിടെ വളരെ നമ്മൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ജിന്നിനോടുള്ള സഹായത്തേട്ടം
അത് ഷിർക്കാണ്, ചോദിക്കാൻ പാടില്ല. ഇവിടെ രണ്ട് ഭാഗമായി അതിനെ വേർതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ആ അധ്യായം അവിടെ അടച്ചു പണ്ഡിതന്മാർ. അത് ഷിർക്ക് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ സഹായം ചോദിക്കൽ ആരാധന ഇബാദത്താണ്. അപ്പൊ ഇസ്തിആനത്ത് സഹായം ചോദിക്കൽ ഇബാദത്തായതുകൊണ്ട് തന്നെ അത് അള്ളാഹു അല്ലാത്തവരോട് പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ശേഷം അവർ പറയുന്നു, ജിന്നിനോടോ മനുഷ്യനോടോ മലക്കിനോടോ അല്ലാത്തവരോടോ അത് ചെയ്യാൻ പാടില്ല. ജീവിച്ചിരിപ്പുള്ള ഹാജറുള്ള കഴിവുള്ള മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ജിന്നിനോടോ മനുഷ്യനോടോ മലക്കിനോടോ അല്ലാത്തവരോടൊന്നും പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ആ വിളി, ആ തേട്ടം, സഹായം ഒന്നും പാടുള്ളതല്ല. എന്നാൽ അനുവദിച്ചിട്ടുള്ള കാര്യം എന്താണ്? 3 നിബന്ധനയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, ജീവിച്ചിരിപ്പുള്ള ഹയ്യാകണം, മയ്യത്താകാൻ പറ്റില്ല. 2, ഹാജറുണ്ടാകണം, ആ വ്യക്തി അവിടെ ഉണ്ടാകണം. 3, കഴിവുള്ള വ്യക്തിയായിരിക്കണം, ഖാദിറായിരിക്കണം, ആജിസാകരുത്. അതുപോലെ തന്നെ ഇത് മനുഷ്യനോടായിരിക്കണം എന്നതാണ്. പലപ്പോഴും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഈ 3 നിബന്ധന പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അവരോട് സഹായം തേടാം, അത് ദുആയുടെ പരിധിയിൽ വരികയില്ല, അത് ഇബാദത്ത് ആവുകയില്ല, അത് അഭൗതികമാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാം. എന്നാൽ ഇതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇത് ജീവിച്ചിരിപ്പുള്ള ഹാജറുള്ള കഴിവുള്ള മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഏതുപോലെ? കൃഷിപ്പണി, നിർമ്മാണ പ്രവൃത്തി, ശത്രുക്കളോടുള്ള യുദ്ധം പോലെയുള്ള മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ജീവിച്ചിരിപ്പുള്ള കഴിവുള്ള മനുഷ്യരോട് സഹായം ചോദിക്കുന്നത് പോലുള്ളവ അനുവദനീയമാണ്. ശേഷം പറയുന്നു, എന്നാൽ ജിന്നുകളുടെ കാര്യത്തിൽ ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൻ്റെ വിധി ഹാജറില്ലാത്ത ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൻ്റെ വിധി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടൊരു കാര്യമാണ്, ഹാജറുള്ള ജിന്നാണെങ്കിൽ ചോദിക്കാം, ഗായിബായ ജിന്നാണെങ്കിൽ മാത്രമേ ചോദിച്ചാൽ ശിർക്കാവുകയുള്ളൂ എന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. എന്നാൽ ലജനയുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഹാജറുള്ള ജിന്നിനോട് ചോദിക്കുന്നത്, സഹായം തേടുന്നത് ഗായിബായ ജിന്നിനോട് ചോദിക്കുന്നത് പോലെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. അഥവാ യാതൊരു കാര്യത്തിലും അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. അള്ളാഹു പറയുന്നു, ഇനി പ്രമാണം ഉദ്ധരിക്കുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി കൊടുക്കുന്നു, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് തന്നെ സഹായം തേടണം. ഇതിന്റെ താഴെ കാണാം ആരൊക്കെയാണ് ഈ ലജനയിൽ പണ്ഡിതന്മാരായിട്ടുള്ളത്, ആരാണ് ഇതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് 1, 2 ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫി, 3 ഷെയ്ഖ് അബ്ദുള്ള ഖദിയാൻ, 4 ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ, 5 ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, 6 ഷെയ്ഖ് ബക്കർ അബൂ സെയ്ദ്. മുതിർന്ന സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരാണ് ഈ വിഷയത്തിൽ മറുപടി കൊടുത്തിട്ടുള്ളത്. ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സർക്കുലറിൽ വ്യക്തമാണ്, ഇതാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ സ്വീകരിച്ചു വന്നിട്ടുള്ള അൽ ഇസ്തിആനത്തും ബിൽ ജിൻ എന്ന വിഷയത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. എന്നാൽ മറുഭാഗം സ്വീകരിച്ചിട്ടുള്ള ഇസ്തിആനത്തും ബിൽ ജിന്നിലെ നിലപാട് ഒരിക്കലും പ്രമാണബദ്ധമല്ല, ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ അദ്ദേഹം കിതാബു തൗഹീദിനെ ശർഹ് ചെയ്തുകൊണ്ട് ഇആനത്തുൽ മുസ്തഫീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇസ്തിആദ എന്ന് പറയുന്ന ബാബ്, അഥവാ കാവൽ ചോദിക്കുക എന്ന വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ആ ഭാഗം നമുക്ക് ഒന്ന് കാണാം. അവിടെ അദ്ദേഹം പറയുന്നത്, ആ ഇസ്തിആദത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ്, ഫൽ ഹാസിലു, അപ്പോൾ ഈ വിഷയത്തിൽ ചുരുക്കി പറഞ്ഞാൽ, അന്നൽ കിതാബ് വസ്സുന്നത ഖദ് ദല്ല അല അന്നൽ ഇസ്തിആദത ഇബാദത്തുൻ. ചുരുക്കം പറഞ്ഞാൽ
പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഇസ്തിആദത്ത് എന്നുള്ളത് ഇബാദത്താണ്. അതുകൊണ്ട് ജിന്നിനോടോ അതല്ലാത്തവരോടോ ഇസ്തിആദത്ത് ചെയ്യാൻ പാടുള്ളതല്ല. വമാദാമ അന്നഹ ഇബാദത്തൻ, ആ ഇസ്തിആദത്ത് ഉള്ള കാലത്തോളം അത് ഇബാദത്ത് തന്നെയാണ്. അതല്ലാതെ ഇസ്തിആദത്ത്, ചില ഇസ്തിആദത്ത് ഇബാദത്തല്ല, ചില ഇസ്തിആദത്ത് ഇബാദത്താകും എന്നൊരു വേർതിരിവില്ല. ഇസ്തിആദത്തുണ്ടോ അത് ഇബാദത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫൽഇസ്തിആദത്തു ബിഗൈരില്ലാഹി തകൂനു ശിർകൻ അക്ബർ യഖ്റുജു ബിഹി സാഹിബുഹു മിനൽ മില്ല. അദ്ദേഹം പറയുകയാണ്, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാണ്, വലിയ ഷിർക്കാണ്. അത് ചെയ്യുന്ന ആള് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. فالذي يستعيذ بالجن أو بالشياطين يكون كافرا الكفر الأكبر. അതുപോലെ തന്നെ ജിന്നുകളോട് ഇസ്തിആദത്ത് ചെയ്യുന്നതും ജിന്നിൽപ്പെട്ട പിശാചുക്കളോടും ഇസ്തിആദത്ത് ചെയ്യുന്നതും, അപ്പൊ ജിന്ന് മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും അവരോട് ഇസ്തിആദത്ത് ചെയ്യുന്നത് യകൂനു കാഫിറൻ, ഒരാൾ നിഷേധിയാകാൻ, കാഫിറാകാൻ അത് കാരണമായി തീരുന്നു. മുശ്രിക്കൻ ബില്ലാഹി അസ്സ വജൽ, അതുപോലെ തന്നെ അല്ലാഹുവിൽ അവൻ പങ്കു ചേർത്തിരിക്കുന്നു. കല്ലദീന യക്തുബൂനൽ ഹുജുബ വത്തലാസിമ വയസ്തഈദൂന ബിശ്ശയാതീന വബിമറദത്തിൽ ജിന്നി. അതുപോലെ തന്നെ ജിന്നിനോട് സഹായം തേടുന്ന മറ്റുള്ള എല്ലാ പണികളും അതെല്ലാം ഇസ്തിആദത്താണ്, ഇസ്തിആദത്തിലാണ് ഉൾപ്പെടുന്നത്. വയക്തുബൂന അസ്മാ അശ്ശയാതീന ഫീ കിതാബാതിഹിം വഫീ ത്വലാസിമിഹിം. അതുപോലെ തന്നെ ജിന്നുകളുടെ പിശാചുക്കളുടെ പേരെഴുതിക്കൊണ്ട് അത് ചുരുട്ടി ഐക്കല്ലാക്കുന്നതും ഇതെല്ലാം ഷിർക്കാണ്. വകദാലിക അല്ലദീ യുനാദൂനൽ ജിന്ന ഇൻദ ശിദ്ദതി വഇൻദൽ ഖൗഫി ഹാദാ ഐളൻ. അദ്ദേഹം പറയാണ്, ഇപ്രകാരം തന്നെയാണ് ജിന്നിനെ വിളിക്കുക. ഇൻദ ശിദ്ദ വഇൻദൽ ഖൗഫ്, പേടിയുള്ള സന്ദർഭങ്ങളിലും ഒരു മനുഷ്യൻ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ആ ജിന്നുകളെ വിളിക്കുക എന്നത് ഈ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കുല്ലുഹു മിനശ്ശിർക്കിൽ അക്ബർ. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, ജിന്നുകളോടുള്ള ഇസ്തിആനത്ത് എല്ലാം കുല്ലുഹു മിനശ്ശിർക്കിൽ അക്ബർ, എല്ലാം ഷിർക്കുൽ അക്ബറാണ്, വലിയ ഷിർക്കാകുന്നു. ലിഅന്നഹു ഇസ്തിആദത്തുൻ ബിഗൈരില്ലാഹി സുബ്ഹാനഹു. കാരണം ഇതൊക്കെ ഇസ്തിആദത്താണ്, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. ഏത് ഇസ്തിആനത്ത്? കാരണം ഈ പറയുന്ന ആളുകൾ പലപ്പോഴും ജിന്നിനോടുള്ള ഇസ്തിആദത്തല്ലേ ഷിർക്കാവുള്ളൂ, ഇസ്തിആനത്ത് ഷിർക്കാവുകയില്ലല്ലോ എന്ന് പറയുന്ന ആളോട് പറയാനുള്ളത്, ഈ പറയുന്ന ഇസ്തിആനത്തും എല്ലാം അത് ഇസ്തിആദത്തിന്റെ പരിധിയിലാണ് വരുന്നത്. മയ്യസ്തഈനു ബിൽ ജിന്നി ഇൻദമാ യതഖാസമു മഅഹദിൻ. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം തർക്കിക്കുകയാണ്. ആ തർക്കിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, യാ ജിന്നു ഉഖുദൂഹു ഇഫഅലൂ ബിഹി കദാ വകദാ. അല്ലയോ ജിന്നെ, അവനെ നീ പിടിക്കുക, അവനെ പിടിച്ചുകൊണ്ട് നീ ഇങ്ങനെയെല്ലാം ചെയ്യുക എന്ന് പറയുന്ന ഇവർ പറയാറുള്ള കേവലം ഒരു വിളി, ആ വിളി പോലും വഹാദാ ശിർക്ക് ബില്ലാഹി അസ്സ വജൽ ഇദാ കാന യഖ്സിദു അൽ ഇസ്തിആനത ബിഹിം. അവരോട്, ആ ജിന്നുകളോട് സഹായം എന്ന നീയത്തിൽ, സഹായം എന്ന ലക്ഷ്യത്തിൽ ആണ് അവരെ വിളിച്ചതെങ്കിൽ ഇതൊക്കെ ഷിർക്കാണ് എന്നാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഫദല്ല അല അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ശിർക്കുൻ അക്ബർ. അതുപോലെ തന്നെ ഇത് അറിയിക്കുന്നത് ജിന്നിനോടുള്ള ഇസ്തിആനത്ത് അത് ഷിർക്കുൻ അക്ബറാണ്. വെറും കേവലം ഇസ്തിആദത്ത് മാത്രമല്ല, അത് ഇസ്തിആദത്തും അതുപോലെ തന്നെ ദുആ ഒക്കെ അതെല്ലാം ഷിർക്കുൻ അക്ബറാണ്. വലൗ സമ്മൈത ബിഗൈരി ശിർക്ക്, നീ അത് ഷിർക്കല്ല എന്നതിനെ പേരിട്ടാൽ പോലും, ഇവർ പറയാറുണ്ടല്ലോ അത് കേവലം ഒരു വിളി മാത്രമാണ് എന്ന്, നീ അങ്ങനെ പേരിട്ടാൽ പോലും ആ ഇസ്തിആനത്തെല്ലാം ഷിർക്കാണ്. ലൗ സമ്മൈതൽ ഇസ്തിഖ്ദാം, ഇനി നീ കേവലം അത് ആ ജിന്നുകളെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നതേ ഉള്ളൂ, ഞാൻ ഇസ്തിആനത്ത് നടത്തുന്നില്ല എന്ന് നീ പേരിട്ട് പറഞ്ഞാലും അതിലൊന്നും കാര്യമില്ല. അതെല്ലാം ഷിർക്കുൻ അക്ബറാണ്. അതൊക്കെ ഇസ്തിആദത്തിന്റെ പരിധിയിൽ,
ദുആയുടെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫൽ വാജിബു, നിർബന്ധമായ കാര്യമാണ്. അന്നൽ ഇൻസ യതൂബൂന ഇലല്ലാഹി സുബ്ഹാനഹു വതആല മിൻ മുമാറസതി ഹാദിഹിൽ അഅമാലി മഅൽ ജിൻ. ജിന്നുമായി ബന്ധപ്പെട്ട ഈ ഇടപാടുകൾ, ഈ ഇസ്തിഖ്ദാമു, ഈ ഇസ്തിംതാഅ്, ഈ ഇസ്തിആനത്ത്, ഇത് ചെയ്യുന്ന ആളുകൾ അവർക്ക് നിർബന്ധമാണ് അല്ലാഹുവിലേക്ക് അവർ പശ്ചാത്തപിച്ചു മടങ്ങണം. ഇത് അവർ തൗബ ചെയ്യണം. കാരണം ഇത് ഷിർക്കാണ്. ഈ ഷിർക്കോടുകൂടി അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ നരകത്തിലായിരിക്കും, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. വൽ വാജിബ് അലൽ ജിന്നി, ഇത് ഇൻസിന് മാത്രമല്ല, അതുപോലെ തന്നെ ഇത് ജിന്നുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് ജിന്നുകളെ നിങ്ങളും തൗബ ചെയ്യൽ നിർബന്ധമാണ്. അയ്യതൂബു ഇലല്ലാഹി മിൻ ഇളലാലിൽ ഇൻസി വഇഗ്വാഇഹിം. എന്താണ് കാരണം? നിങ്ങൾ തൗബ ചെയ്യണം. ആ തൗബ നിർബന്ധമാണെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ ഈ ആളുകളെ വഴിപിഴപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഈ ഒരു ഇസ്തിആനത്തും ബിൽ ജിന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഷിർക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ, ജിന്നുവാദികളെ, നിങ്ങൾക്ക് വുജൂബാണ്, നിങ്ങൾ തൗബ ചെയ്യണം. ഇതിലെല്ലാം വളരെ വ്യക്തമാണ്. എല്ലാ സഹായത്തേട്ടവും ഷിർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിലും നമുക്ക് ഇതേപോലെ തന്നെ കാണാം. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുൻപ് അയാളുടെ അടുക്കൽ ഹാജറുള്ള ഹയ്യായ ഹാളിറായ ഖാദിറായ ഒരു മലക്കിനോട് പറയുകയാണ്, രാവിലെ ഇത്ര സമയത്ത് എന്നെ വിളിച്ചുണർത്തണം എന്ന് അടുത്ത് ഹാജറുള്ള ഹയ്യായ ഖാദിറായ ഒരു മലക്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വിധി എന്നതിന് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞ മറുപടി, ഹാദാ ലാ യജൂസു, ഇത് അനുവദനീയമല്ല. ബൽ ഹുവ മിനശ് ശിർക്കിൽ അക്ബർ, ഇത് വലിയ ഷിർക്കാണ്. അതല്ലാതെ ഇത് ഷിർക്കാവുന്നതുണ്ട്, അതല്ല ചില കാര്യങ്ങൾ ഷിർക്കല്ലാത്തതുമുണ്ട് എന്നൊരു വേർതിരിവ് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത്, അത് മലക്കാണെങ്കിലും അത് ജിന്നാണെങ്കിലും അവരോട് ചോദിക്കുക എന്നതെല്ലാം ഷിർക്കുൽ അക്ബറിൽ പെട്ടതാണ്. അതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നു, ലിഅന്നഹു ദുആഉൻ ലിഗൈരില്ലാഹി വതലബുൻ മിനൽ ഗായിബ്. രണ്ട് കാരണമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒന്ന്, ഇത് അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മറഞ്ഞവരോടുള്ള തേട്ടമാണ്. ഇപ്പൊ ഇവിടെ ഒരു സാധാരണ പറയലുണ്ട്, ജിന്നും മലക്കൊന്നും അദൃശ്യരല്ല, അവരൊന്നും അഭൗതികരല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ ആളുകൾ അവരെ പഠിപ്പിക്കുന്നത്, സലഫുകൾ പഠിപ്പിക്കുന്നത്, ജിന്നും മലക്കും എല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവര് മറഞ്ഞ അവസ്ഥയിലാണ്, അവർ അദൃശ്യരാണ്, അവർ അഭൗതികരാണ്. അതുകൊണ്ട് തന്നെ വതലബും മിനൽ ഗായിബ്, ഇത് അവരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ മറഞ്ഞവരോട് നീ ചോദിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഫഹുവ കത്തലബി മിനൽ ജിന്നി വൽ അസ്നാമി വൽ അംവാതി ലിഉമി ഖൗലിഹി തആല. അദ്ദേഹം പറയുകയാണ് ഇത് ഏതുപോലെയുള്ള തേട്ടമാണ്? ജിന്നുകളോടും അതുപോലെ തന്നെ വിഗ്രഹങ്ങളോടും മരിച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള ആളുകളോടും എങ്ങനെയാണ് തേടുന്നത്, അതേ തേട്ടം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള മലക്കിനോട്. കേവലം ചെറിയൊരു സഹായം, എന്താണ്? രാവിലെ ഇന്ന സമയത്ത് എന്നെ വിളിച്ചുണർത്തണം എന്ന് പറയുന്നത് പോലും അത് ഷിർക്കാണ്, ഷിർക്കുൻ അക്ബറാണ് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുള്ളത്. അതിന് അദ്ദേഹം തെളിവായി കൊണ്ട് പറയുന്നത്, വഅന്നൽ മസാജിദിൽ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, തീർച്ചയായും പള്ളികൾ അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹു അല്ലാത്തവരെ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് അള്ളാഹുവിന്റെ വചനം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു. വീണ്ടും അദ്ദേഹം ആയത്ത് ഉദ്ധരിക്കുന്നു, ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിങ്ങളുടെ റബ്ബ്, അവന്റെ കയ്യിലാണ് ആധിപത്യം. അതുകൊണ്ട് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ വിട്ടുകൊണ്ട് യാതൊരു കൂട്ടരെ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ മാ യംലികൂന മിൻ ഖിത്മീർ, അവരൊരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ
അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് തേടുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഇത് കേൾക്കും എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ, നിങ്ങളുടെ പൂതി അതാണെന്ന് വിചാരിച്ചു, ഇനി കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെന്ന് ശിർക്കല്ല എന്ന് പറയുന്ന ആ കാര്യമുണ്ടല്ലോ, നാളെ അവർ നിഷേധിക്കുന്നതാണ് പരലോകത്ത് വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് ശൈഖ് ഇബ്നു ബാസ് പറയാണ്, ഫസമ്മാ സുബ്ഹാനഹു ദുആ ഗൈരിഹി, അദ്ദേഹം പറയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ തേട്ടത്തെ ഈ ദുആയെ ജിന്നുകളോടും അതുപോലെ തന്നെ വിഗ്രഹങ്ങളോടും മലക്കുകളോടും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള ഇവരോടുള്ള ഈ തേട്ടമുണ്ടല്ലോ, അത് ശിർക്കൻ ബിഹി സുബ്ഹാനഹു, അല്ലാഹു ശിർക്കാണ് എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. വഅന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദൂന ബിരിജാലി മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ അവരെ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് അവർ ഇസ്തിആദത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആ ഇസ്തിആദത്തിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് ഇസ്തിആനത്താണെങ്കിലും അത് ഇസ്തിആദത്തിന്റെ പരിധിയിലാണ്, അതെല്ലാം ശിർക്കു തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് അപ്പോ ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരായ ഈ ജിന്നുകളോടും മലക്കുകളോടും ഈ വിഗ്രഹങ്ങളോടും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള ആളുകളോടും ദുആ ചെയ്യുന്ന ആളുകളെ അല്ലാഹു കാഫിരീന, അവർ കാഫിറുകളാണെന്നാണ് അല്ലാഹു പറഞ്ഞത്. വഹാദാ യഉമ്മു ജമീഉൽ മദ്ഉവീന മിൻ ദൂനില്ലാഹി മിൻ അംവാതിൻ ഔ അസ്നാമിൻ ഔ ജിന്നിൻ ഔ മലായികത്തിൻ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് കേവലം ബിംബത്തിന്റെ കാര്യം മാത്രമല്ല, ഇത് കേവലം മലക്കുകളുടെ കാര്യം മാത്രമല്ല, ഇത് മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ കാര്യം മാത്രമല്ല, ഇതിൽ ജിന്നും പെടും മലക്കുകൾ പെടും. അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും അതിൽ ഉൾപ്പെടും. എന്നാൽ വലാ യുസ്തസ്നാ മിൻ ദാലിക്, ഇതിൽ നിന്ന് ഒരാളെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. ഇല്ലൽ ഹയ്യുൽ ഹാദിറുൽ ഖാദിർ, എന്നാൽ ഒരു വിഭാഗത്തെ ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്താം. അതാരാണ്? ജീവിച്ചിരിപ്പുള്ള, ഇവിടെ ഹാജറുള്ള, ഇവിടെ ഖാദിറായിട്ടുള്ള ഒരാളോടാണെങ്കിൽ നമുക്ക് സഹായം തേടാം. ഇത് മനുഷ്യന്റെ കാര്യത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഈ പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഈ 3 നിബന്ധന ജിന്നുകളുടെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം എന്ന്. എന്നാൽ തെറ്റാണ്. ഇദ്ദേഹം അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് മൂസാ നബിയുടെ സംഭവമാണ്. അവിടെ പറയുന്നത് ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി, തൻ്റെ ഷീഅത്തിൽപ്പെട്ട, തൻ്റെ കക്ഷിയിൽപ്പെട്ട, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളും ഖിബ്തി വംശജരിൽപ്പെട്ട ഒരു മനുഷ്യൻ കൂടി ഷണ്ട കൂടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം മൂസാ നബി അതിലൂടെ കടന്നു പോകുന്നത്, മൂസാ നബിയെ കണ്ടപ്പോൾ തൻ്റെ കക്ഷിയായ ആ ബനു ഇസ്രായേലിൽപ്പെട്ട മനുഷ്യൻ മൂസാ നബിയോട് സഹായം ചോദിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഫസ്തഗാസഹു, അദ്ദേഹത്തോട് അദ്ദേഹം ഇസ്തിഗാസ നടത്തി, അഥവാ സഹായം തേടി. ഇത് അദ്ദേഹം തേടാനുള്ള കാരണം എന്താണ്? മൂസാ നബി അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്, മൂസാ നബി അവിടെ ഹാളിറാണ്, മറിച്ച് ഗായിബല്ല, അദ്ദേഹം മരിച്ചുപോയ മനുഷ്യനല്ല. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് മൂസാ നബിയോട് ചോദിച്ചത്. അദ്ദേഹം ആജിസല്ല, തന്നെ ഇതിന് രക്ഷപ്പെടുത്താൻ മൂസാ നബിക്ക് കഴിയും. ആ കഴിയുന്ന മൂസാ നബിയോടാണ് അദ്ദേഹം സഹായം തേടിയിട്ടുള്ളത്. ഈ സഹായമല്ലാത്ത മറ്റ് നിങ്ങൾ എന്ത് പേരിട്ട് തന്നെ വിളിച്ചാലും, അത് ജിന്നിനോടാണെങ്കിലും മലക്കിനോടാണെങ്കിലും ഗായിബിലാണെങ്കിലും ഹാളിറാണെങ്കിലും ഒക്കെ ഷിർക്ക് തന്നെ. അതിൽ ഒരു ഇനമായി നമുക്ക് വേർതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിലെല്ലാം വളരെ വ്യക്തമാണ്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരും പ്രമാണബദ്ധമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ജിന്നിനോടുള്ള എല്ലാ നിലക്കുമുള്ള സഹായ തേട്ടങ്ങളും ഷിർക്ക് തന്നെയാണ്. ഇത് 2012 നമ്മൾ മാത്രം പറഞ്ഞ കാര്യമല്ല. ഇത് 2011 ജൂൺ മാസം 21-ാം തീയതി പിളരുന്നതിന് മുൻപ് വിസ്ഡത്തിലെ പണ്ഡിതന്മാരടക്കം ഒപ്പുവെച്ച ഒരു സർക്കുലറാണ്. ഇതിൽ പറയുന്നത്
ഈ സർക്കുലർ ഇത് എഴുതുന്നത് 21/6/2011 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ PN അബ്ദുൽ ലത്തീഫ് മദനി, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിന്നുബാധ, റുഖിയ ശർഇയ്യ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും KNM KJയും മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 12 ക്ലോസുകൾ നമുക്കിതിൽ കാണാം. അതിൽ 11ാമത്തെ ക്ലോസ് ആയി പറഞ്ഞിട്ടുള്ളത് ഇതിൽ സിഹറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജിന്നുബാധയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, റുഖിയ ശർഇയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. 11ാമത്തെ കാര്യമായി ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിനു വിരുദ്ധവും ശിർക്കുമാണ്. ഇതിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് വേർതിരിച്ചിട്ടില്ല. ജിന്നുകളുടെ എല്ലാ സഹായത്തേട്ടങ്ങളും അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് ശിർക്കുമാണ് എന്നാണ് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. 10 പേര് ഇതിൻ്റെ പുറകിൽ പേരെഴുതി ഒപ്പിട്ടുണ്ട്. 10 പേര്. ആ 10 പേരിൽ ഇന്ന് 2 പേരെ KNM-ലുള്ളൂ. ബാക്കി 8 പേരും ഇന്ന് വിസ്റ്റത്തിലാണ്. അവര് ഈ സർക്കുലർ പ്രകാരം ജിന്നിനോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും ശിർക്കാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പൊ തൗഹീദിൽ വെള്ളം ചേർത്ത് വിശ്വത്തിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇവിടെ ആർക്കാണ്, ഏത് വിഭാഗത്തിനാണ് തൗഹീദിൽ പിഴച്ചിട്ടുള്ളത്? മുൻപും ശേഷവും ഇന്നും നമ്മൾ ഉറപ്പിച്ചു പറയുന്നു ഇതിൽ വ്യതിചലനം ഉണ്ടായിട്ടുള്ളത് വിസ്ഡം വിഭാഗത്തിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഈ ഒരു ശിർക്കൻ വാദങ്ങൾ എപ്പോൾ നമ്മുടെ ഇടയിലേക്ക് വന്നാലും നമ്മുടെ ബാധ്യത ഈ തൗഹീദിനെ സംരക്ഷിക്കുക എന്നതാണ്. ഹിമായത്തുൻ ലി ജനാബി തൗഹീദ്. നമ്മുടെ ഈ തൗഹീദിന്റെ ഭാഗങ്ങൾക്ക്, അതിൻ്റെ വലയത്തിന് യാതൊരു വിള്ളലും ഉണ്ടാകരുത്. ആ വിള്ളൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള മുഖാമുഖങ്ങൾ, സംവാദങ്ങൾ ഇനിയും നമുക്ക് ആവർത്തിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദീങ്ങളായി ജീവിക്കാനും അതിൽ മരണപ്പെടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.